വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ചെറുപുഴ വ്യാപാര ഭവന ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിന്റെ ഉദ്ഘാടനം ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SHO ക്ലിൻറ്റു മാത്യു നിർവഹിച്ചു. ഒരു സഹകരണത്തോടെ വസിക്കുന്ന ഒരു നല്ല നാട്. എൻ്റെ കൂടെ നോമ്പ് തുറക്കുന്ന ഒരു അഷ്റഫ് എന്ന് പറഞ്ഞൊരു പോലീസുകാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഉമിനീര് നിങ്ങൾ ഇറക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇടയ്ക്ക് ഇറക്കിപ്പോകും എന്ന് പറയില്ലേ. ഉമിനീര് പോലും ഇറക്കാതെ അത്രത്തോളം ത്യാഗത്തിന്റെ മനോഭാവത്തോടെ ഈ ഒരു മാസത്തോളം വ്രതാനുഷ്ഠാനം ചെയ്യുന്ന നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ നമ്മൾ എല്ലാവരുടെയും ഒരു വ്രതമായിട്ട് കണ്ടെത്തി, വ്രതശുദ്ധിയായിട്ട് കണ്ടെത്തി നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലത് തന്നെയാണ്. അപ്പം ഈ ഒരു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഈ നോമ്പുതുറ ഏറ്റവും മംഗളകരമായിട്ട് നടക്കട്ടെ. ഇത് ഞാൻ ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഇങ്ങോട്ട് കണ്ണൂരേക്ക് വരുമ്പോൾ ഒരിക്കലും ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ നിങ്ങളുടെ തൊട്ട അയൽവാസി തന്നെയാണ്. എൻ്റെ വീട് നല്ലോമ്പുഴ ആണ്. അപ്പം ഇത്ര അടുത്ത് കിട്ടുവാൻ സർവേശ്വരൻ സഹായിച്ചു. ഇപ്പം നിങ്ങളെല്ലാവരുടെയും ഈ നല്ല മലയോര മണ്ണിന്റെ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് J. സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരികളും തൊഴിലാളികളും പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള മറ്റ് പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരെല്ലാം ഒത്തുചേരുമ്പോൾ അതൊരു മതസൗഹാർദ്ദത്തിന്റെയും സൗഹൃദ കൂട്ടായ്മയുടെയും ഭാഗമായിട്ട് മാറുകയാണ്. ഇത് കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലും ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് അതൊരു മതപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഭാഗമായിട്ട് കണ്ടുകൊണ്ടാണ് ഈ നോമ്പുകാലം പിന്നിടുന്നത്. എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ അതികഠിനമായ ഒരു നോമ്പിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ നോമ്പുകാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയും. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഒരു വ്രതം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 21 ദിവസങ്ങൾ പിന്നിടുകയാണ്. എല്ലാ വർഷവും 30 ദിവസം ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നത് തീർച്ചയായിട്ടും അതൊരു ആരോഗ്യപരമായിട്ട് തന്നെ ഏറ്റവും ഗുണപ്രദമാണ് മനുഷ്യനെ സംബന്ധിച്ച്. ATV രാജേഷ്, ജോൺസൺ C. പടിഞ്ഞാത്ത് എന്നിവർ പ്രസംഗിച്ചു. ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ നോമ്പ് പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ത്യാഗപരമായ നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ നോമ്പിന്റെ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ ത്യാഗപരമായ നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ നോമ്പിന്റെ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.